എല്ലാരും എന്തെടുക്കുവാണോ? ചോറൊക്കെ ഉണ്ടോ? നമ്മൾ ഇന്ന് ശകലം താമസിച്ചു പോയാ എന്താണെന്നറിയാവോ? ദേവ് കൂടി ഇല്ല. അവിടെ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രിക്ക് പോയിട്ട് ഒരുപാട് ഇരുട്ടിയാ വന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇപ്പം രാവിലെ പോയിട്ട് കുഞ്ഞിനെ നോക്കണോണ്ട് ഞാൻ ഇന്ന് തൊഴിലുറപ്പിനും പോയില്ല. ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞിനെ നോക്കി ഇവിടെ നിൽക്കും. അവൾ വന്നില്ല ഇതുവരെ. അത് കാരണം ഞാൻ ഇന്ന് താമസിച്ച് പണിയൊക്കെ ചെയ്യാനായിട്ട്. അന്നേരം അനിയത്തിയാർ അമ്പലത്തിൽ പോകാൻ വന്നപ്പോൾ ഞാൻ അവളെയും കൂടി ഇങ്ങോട്ട് വിളിച്ചു, മോളിങ്ങോട്ട് വരാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അന്നേരം അവള് വന്നിട്ടുണ്ട്. അവളെയും കൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ എടുപ്പിക്കുന്നത്. എന്റെ ദൈവമേ, ഇന്ന് ദൈവം ഇല്ലാത്തതും കൊണ്ട് വീഡിയോ എങ്ങനെ ആകുമെന്ന് അറിയത്തില്ല. സാരമില്ല, അതൊക്കെ സാരമില്ല. ഇപ്പം നമ്മളിപ്പം എന്നും ഇപ്പം അത് ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് എടുത്തിടണ്ട. എല്ലാവരും നോക്കിയിരിക്കത്തില്ല നമ്മുടെ വീഡിയോ കാണാൻ. ചോറൊക്കെ ഒന്ന് എടുത്തേക്കാൻ. ചെറുക്കൻ ഉറങ്ങുന്ന തക്കത്തിന് ചോറ് എടുത്തേക്കാവേ. ആദ്യമേ അങ്ങ് ചോറ് വിളമ്പി അവർക്കൊക്കെ കൊടുക്കാൻ എനിക്കൊരു സമാധാനം ഉണ്ടല്ലോ. തൊഴിലുറപ്പിന് അത് കാരണം പോയില്ല. ഇന്ന് എൻ്റെ ഒരു ദിവസത്തെ പണി പോയി. അപ്പം നമുക്ക് പണിയല്ലല്ലോ ഇപ്പം വലുത്. ഒരു അമ്മയ്ക്ക് വയ്യെങ്കിൽ പിന്നെ കൊച്ചിനെ പറഞ്ഞ് വീട്ടിൽ വിടണ്ടേ? വിടാതിരിക്കാൻ പറ്റുമോ? ഇന്ന് അതുകൊണ്ട് കറിയൊന്നും ഒരുപാടൊന്നും ഞാൻ വെച്ചില്ല. ഇന്ന് ഞാൻ വെച്ചത് എന്താണെന്നറിയാവോ? അതേ താള് ഞാൻ എടുത്ത്, നമ്മുടെ ചീമച്ചേമ്പിൻ്റെ താളെടുത്ത് ഞാൻ മെഴുക്ക് പുരട്ടി വെച്ചു. തേണ്ടേ താള് മെഴുക്ക് പുരട്ടി വെച്ചു. നല്ല ടേസ്റ്റാണ്. ഞാൻ കൂട്ടി നോക്കി. അന്ന് എല്ലാവരെയും ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ചേട്ടൻ ഇന്നലെ മീൻ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. ചെറിയ ഏട്ടക്കൂരി മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അതും കറി വെച്ചു. അതിൻ്റെ ഉണ്ട്. അതിൻ്റെ ഒരു തല തരാവേ. ഏട്ടക്കൂരിയുടെ തല. ഏട്ടത്തലയൊക്കെ ഇട്ട നീ ഇന്ന് എടുക്കുന്ന വീഡിയോയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ പൊളിഞ്ഞെങ്കിൽ പിന്നെ ഇന്നലത്തെ നമ്മുടെ കാളൻ ഇന്നാണ് കാളൻ ഒന്നും കൂടെ എന്നായിരിക്കും പുളിയാകുന്നത്. ഇപ്പൊ അവള് വരുമ്പോഴത്തേന് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വല്ല മന്നെങ്കിൽ ഞങ്ങൾ വൈകിട്ട് വേറെ എന്തെങ്കിലും കൂടെ വെക്കും. ഉച്ചയ്ക്ക് ഇതൊക്കെ മതി ഞങ്ങൾക്ക്. പപ്പടവും വറുത്തിട്ടുണ്ട്. രാവിലെ അന്നേരം ചെറുക്കൻ അവന് കഴിക്കാൻ വേണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് മീൻ വറുപ്പിച്ചു. അന്നേരം പെട്ടെന്ന് അവളെ കൊണ്ട് വിടണമെന്ന് പറഞ്ഞ കാരണം എടുത്തില്ല. മീനും വറുത്തിട്ടുണ്ട്. ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ താള് നമ്മൾ മെഴുക്ക് പുരട്ടി വെച്ചു. ഇന്നലത്തെ കാളന്, മോരുകറി, പപ്പടം, മീൻ വറുത്തത്. എല്ലാവരും വായോ, നമുക്ക് ചോറിന് ഓടി വായോ ചോറിനാ.